അപ്പോൾ രാവിലെ തന്നെ കണ്ടില്ലേ മുറ്റത്ത് വെള്ളമാണ് കേട്ടോ. വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുറ്റത്ത് വെള്ളം കണ്ടിട്ട് ഞാനാകെ ഞെട്ടിട്ടോ. നന്നായിട്ട് ഓവറായിട്ട് വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിലും ഇത്ര വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു. അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്ത് വെള്ളപ്പൊക്കമായിട്ടുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും എന്നറിയോ. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ചിന്തിച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിനോടൊക്കെ വെള്ളപ്പൊക്കമാണ് കേട്ടോ. നിറയെ വെള്ളം കയറിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇവിടെ വെള്ളം കയറൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഉമ്മറത്തിങ്ങനെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. അത് മഴയൊക്കെ തുറന്നു കഴിഞ്ഞാൽ വെള്ളങ്ങൾ വറ്റിക്കോളും കേട്ടോ. അത് പിന്നെ വെള്ളം വരണത് അനുസരിച്ചിട്ട് ഒഴുകി പോകുന്നുണ്ട് കേട്ടോ റോട്ടിലേക്ക് തന്നെ. പക്ഷെ എന്നാലും ഉമ്മറത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കണമ്പോൾ പേടിയാവുകയാണ് കേട്ടോ. എൻ്റെ വീടിനോടൊക്കെ നിറയെ വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടിപ്പോൾ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നിൽക്കണമെന്നില്ല കേട്ടോ. മഴ ഒന്ന് തോർന്ന് നിൽക്കണമെന്നില്ല, അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പിടിച്ച മഴയാണ് കേട്ടോ. അത് നിൽക്കണമെന്നില്ല, ഇതുപോലെ അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും അങ്ങനെ മഴ തന്നെ ആയിരിക്കും എന്ന് അറിയാം. കേരളം മൊത്തം മഴ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം ഞാനെന്നെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിക്കാത്ത ബാത്റൂമായിരുന്നു കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലത്തെ. അത് അതിൻ്റെ ഒരു സൈഡൊക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്രണ്ട് ഭാഗം വീണ് ചിലപ്പോൾ ഞങ്ങളുടെ അടുക്കള ഭാഗത്തേക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടെൻഷനിലായിട്ട് ഇരിക്കുന്നത്. ഇതുവരെ വീണിട്ടില്ല. ഇനി ചിലപ്പോൾ ഈ ഒരു മഴയൊക്കെ ഇങ്ങനെ തോരാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ കട്ടയൊക്കെ അല്ല, അപ്പോൾ അതൊക്കെ നനഞ്ഞ് കുതിർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വീഴുമല്ലോ. ആ ഒരു പേടിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചു തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇനിയിപ്പോൾ എന്നൊക്കെയാണാവോ അതെടുത്ത് വെച്ചടക്കണ വിടാനായിട്ട്. അതൊക്കെ ആകെ പേടിയായിട്ടപ്പോൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാനിന്ന് ആദ്യം തന്നെ തുടങ്ങുന്നത് ചോറ് വെക്കലിനാണ് തുടങ്ങി കേട്ടോ. ചോറൊക്കെ വേവാറായിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. പുറത്തത്തെ ഒരു പണിക്കും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നഗത്തത്തെ വേഗം തീർക്കാമല്ലോ, എന്നിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചോറൊക്കെ കണ്ടില്ലേ വേവാറായിട്ടുണ്ട്. ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ചായയൊക്കെ പകുതി കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതൊന്നല്ല, ഇന്ന് കറണ്ടൊക്കെ പോയിട്ട് കറണ്ടൊന്നും മര്യാദയ്ക്ക് വരണമില്ല, നേരം പോലെ അല്ല കേട്ടോ കറണ്ടൊന്നും. അപ്പോൾ അത് കാരണം എടുക്കാൻ വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്നാലും ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കറി വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പേരിക്കുള്ള കോവയ്ക്ക അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ അരിഞ്ഞ് റെഡിയാക്കണം. ഇനി എന്നാൽ വേഗം അതൊക്കെ തീർത്തിട്ട് ഞങ്ങൾക്ക് ചളവറ വരെയൊക്കെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. കുറച്ച് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ട് വേഗം തീർത്ത് വെച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ പിന്നെ വന്നിട്ട് പിന്നെ അത് നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മഴയത്ത് ഇപ്പം എങ്ങനെ പോവുക എന്നുള്ളൊരു ടെൻഷനിലായിട്ട് ഇരിക്കണത്. മഴ തോർന്നാൽ മാത്രമായിട്ടോ പോവുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. മഴ തോർന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോവും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ പോക്കൊക്കെ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ എന്നാൽ വേഗം അരിഞ്ഞെടുക്കുകയാണ്. കോവയ്ക്ക എടുത്തിട്ടൊന്നും ഉപ്പേരി വയ്ക്കണത്. അപ്പോൾ എനിക്ക് കോവയ്ക്ക അരിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോവയ്ക്ക അരിയാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. പുറത്താണെന്നുണ്ടെങ്കിൽ പിടുത്തം വിട്ട മഴയാണ് കേട്ടോ. ഒരു കുറവും കാണാനില്ല കേട്ടോ മഴയ്ക്ക്. ഞങ്ങളുടെ പോക്കൊക്കെ എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ തോർന്നിട്ട് ഒരു ചെറിയൊരു വെളിച്ചം വെട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഗ്യാപ്പിൽ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചളവറയ്ക്കാണ് കേട്ടോ പോണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഈ ചളവറ പറഞ്ഞ സ്ഥലം. അപ്പോൾ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത മഴ വരുമ്പോഴത്തേനും അപ്പോൾ കണ്ടില്ല നമ്മുടെ തുണികളൊക്കെ ഇതിനെ അങ്ങനെ ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അകത്തും ഉണ്ട്, ഇത് മാത്രമല്ല അകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാനായിട്ട് ഇറങ്ങി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. മഴയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ തൂളുന്നുണ്ട്. അപ്പോൾ കിച്ചു പറഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് വെള്ളമാവണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ്റെ അടുത്ത് ഫ്രണ്ടിൽ ഇരിക്കണ്ടടാന്ന് പറഞ്ഞപ്പോൾ അവന് ഫ്രണ്ടിൽ തന്നെ ഇരിക്കും വേണം. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തൊക്കെയാണ് പറഞ്ഞു വെള്ളം മുഖത്തേക്ക് ആവുന്നുണ്ടെന്നൊക്കെ. പക്ഷെ നല്ലോണം പെയ്യണമൊന്നുമില്ല, ചെറിയൊരു തൂളൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ വണ്ടിയിൽ തന്നെ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് മുഖത്തേക്കാണ് ഫസ്റ്റ് തന്നെ വന്നിട്ട് ഇങ്ങനെ അടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതവങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തൊപ്പി ഇടാനും സമ്മതിക്കില്ല. തൊപ്പി വേണ്ട, രണ്ടാൾക്കും വേണ്ടെന്ന് തൊട്ട് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചളവറ എത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ ഈ ഒരു മാർക്കറ്റില്ല, ഈ ഒരു കടയിൽ നിൽക്കുകയാണ് കേട്ടോ.
പലചരക്ക് കടയിൽ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ മിക്കതും സാധനങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. എന്നാലും ഞങ്ങൾ ഒരുപാട് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വരാറ്. അപ്പോൾ ഇവർ രണ്ടാളും ഇപ്പോൾ എവിടേക്ക് പോയിട്ട് വരുന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയതാണ് കേട്ടോ താഴത്തേക്ക്. അപ്പോൾ കിച്ചും പോയിട്ട് ഏട്ടൻ്റെ പിന്നാലെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറക്കിയിട്ടാണ് കേട്ടോ അവർ പോയത്. അപ്പോൾ കണ്ടിട്ട് ഇവിടെ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്നിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ഈ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് നമുക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തൊട്ടുകൂടെ വായം പൊളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവിടെ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ ഓരോ കസ്റ്റമറിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ എന്നാൽ തിരക്കൊഴിയട്ടെ, ഞങ്ങൾക്ക് അതിന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. അപ്പോൾ അവരുടെ തിരക്കൊഴിഞ്ഞിട്ടാണ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഈ ഒന്നും പറഞ്ഞില്ല ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ കുറച്ച് ചീത്തൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഏട്ടൻ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കി ഉള്ളിലേക്ക് കയറിയിട്ട് ഏട്ടനെ മറ്റേ ട്രേ ഒക്കെ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് പോയിട്ട് എടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്തെന്താ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനൊന്നും ഇല്ല. കാരണം വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും തീർന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അത് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഏട്ടൻ പച്ചക്കറി ഉള്ളി കിഴങ്ങും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും വീഡിയോ എടുത്തിട്ട് പിന്നാലെ നടക്കുന്നുണ്ട്. ഏട്ടനാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല മടിയാണ് കേട്ടോ. ഏട്ടൻ ഇങ്ങനെ നടന്ന് വീഡിയോ ഒന്നും എടുക്കില്ല, അതൊക്കെ ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പച്ചക്കറിയും കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ഞാനെന്താ വീഡിയോ എടുത്തിട്ട് പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. അരി ഇവിടെ നിന്ന് വാങ്ങിക്കണില്ല കേട്ടോ. കാരണം എല്ലാം കൂടിയിട്ട് ഈ വണ്ടിയിൽ തൂക്കി പിടിച്ചിട്ട് എനിക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല. ഇതന്നെ ഉണ്ടാവും ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് അരി ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കണില്ല. അരി ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അരി മാത്രം ക്യാൻസൽ ചെയ്തു കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വാങ്ങിക്കാനുള്ളതൊന്നല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോയിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കുമ്പോൾ അത് വെറുതെ വീഡിയോ എടുക്കണമെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ കിച്ചും തുമ്പിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. തുമ്പിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ബേക്കറി കട ഉണ്ട് കേട്ടോ. അവിടേക്ക് പോയിട്ട് കേക്ക് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടേക്കും പോകണം. അവിടെ നിന്ന് കിച്ചുവിനുള്ള ബദാമും കടല പിന്നെന്താ കാഷ്യൂ നട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്, പക്ഷെ ബദാമൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ എന്നല്ലാതെ അവിടെ നിന്ന് തന്നെ ഒരുമിച്ച് മേടിക്കുക. ഞാൻ അവിടെ നിന്നാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്ന് നടക്കുന്നത് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എവിടേക്ക് ഇറങ്ങുമ്പോഴും ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങുള്ളൂ കേട്ടോ. കുട്ടികളിപ്പോൾ എവിടെ നിർത്തിയിട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരിനെയും കൊണ്ട് തന്നെ ഇറങ്ങുള്ളൂ കേട്ടോ. അവർ ഞങ്ങളുടെ പിന്നാലെ അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ കൂടെ തന്നെ വരും കേട്ടോ. അവർ എവിടെ നിൽക്കൂല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഏട്ടത് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബില്ലാക്കണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പച്ചക്കറിയുടെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഇനി പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി പച്ചക്കറി കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോകാൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഏട്ടനും കിച്ചു ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പച്ചക്കറി ഇത്തിരീശ വാങ്ങിക്കാനുണ്ട് കേട്ടോ. എല്ലാം അത് വാങ്ങിക്കാനുണ്ട്, ഒന്നും മാറ്റി വെക്കാനായിട്ടില്ല കേട്ടോ. അപ്പോൾ കിച്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകൊക്കെ വേണം. അപ്പോൾ വീണ്ടും കോവയ്ക്ക ഉണ്ട്. അപ്പോൾ കോവയ്ക്ക വീണ്ടും വാരി എടുക്കുന്നുണ്ട് കേട്ടോ. കോവയ്ക്ക എവിടെ കണ്ടാലും ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ. അത്ര ഇഷ്ടമാണ് ഈ ഒരു സംഭവത്തിനെ. ഉപ്പേരി വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ കണ്ടാലും ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ വീണ്ടും കോവയ്ക്ക പെറുക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് അപ്പുറത്തേക്ക് പോകണം, ഐസ്ക്രീം വേണം, കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്തെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ സോപ്പുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇനിയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇനി കിച്ചുവിനുള്ള ബദാമും കാഷ്യൂ നട്ട്സ് അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീടെത്തിയിട്ടുണ്ട് കേട്ടോ. വീടെത്തിയപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓട്ടം തന്നെ. ഈ കിച്ചു അങ്ങോട്ട് വിളിക്കായിട്ട് കിച്ചു അങ്ങോട്ടും കൂടി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടൻ ഇവിടെ ഓരോ സാധനങ്ങളായിട്ട് പൊട്ടിച്ചിട്ട് അതത് പാത്രത്തിലേക്കൊക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിപ്പോൾ ഈ വോയിസ് പറഞ്ഞ സമയത്ത് ഓരോരോ സൗണ്ടുകളൊക്കെ കേൾക്കുക, അതൊന്നും ആരും മൈൻഡ് ചെയ്ത് നിൽക്കരുത് കേട്ടോ. എൻ്റെ കുട്ടീസാണ്, അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുറത്തുള്ള കലപ്പില വേറെയാണ്. അപ്പോൾ അങ്ങനെ ഏട്ടതാ എന്താ പറയുക ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാനും ഓരോന്നായിട്ട് പാത്രത്തേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാഴ്ചയും കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ ചോദിച്ചിട്ട് ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം പറഞ്ഞു കൊടുക്കണുണ്ട്. അവൾക്ക് ഇങ്ങനെ 100 സംശയങ്ങളുണ്ട്. അവൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ചോദിച്ച് മനുഷ്യനെ എന്താ പറയുക ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും പിന്നെയും ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അത് അവളൊരു ശീലമായി പോയി. അപ്പോൾ അങ്ങനെ ഏട്ടനും എല്ലാതും റെഡിയാക്കി വെക്കുന്നുണ്ട്, ഞാനും എല്ലാതും ആക്കി വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ ആക്കി വെക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഉള്ളിക്കോട്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഉള്ളിയും കിഴങ്ങൊക്കെ ഇതിലിട്ട് വെക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ ഉള്ളിയൊക്കെ കുറേ കേട് വന്നിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം ഉള്ളിക്കോട്ടയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട്, കാരണം ഉള്ളികളുണ്ട്, ചെറിയ ഉള്ളി അതിലുണ്ടായിരുന്നു. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ അളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേറെ കവർ തുണിയൊക്കെ വിരിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ വെക്കണം. അപ്പോൾ ഇത് തുണിയല്ല, മറ്റേ നമ്മൾ കവറുണ്ടല്ലോ, തുണി സഞ്ചി, അത് കീറിയിട്ട് എന്താ പറയുക, വലിയൊരു കഷ്ണമായി ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഉള്ളിയും സവാളയും ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും ഞാനിന്നാൽ ഇതിലേക്ക് അങ്ങോട്ട് ആക്കി വയ്ക്കും. ഞാൻ ഇതിലാണ് കേട്ടോ അങ്ങനെ ആക്കി വയ്ക്കും ഉള്ളിയൊക്കെ. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇതിൻ്റെ കൂടെ വെക്കില്ല, അതൊക്കെ പെട്ടെന്ന് അളിഞ്ഞു പോകണമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഫ്രിഡ്ജിൽ വെക്കും, ബാക്കിയുള്ളതൊക്കെ ഇതിലും വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞാൻ പച്ചരിയല്ല, മറ്റേ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കുത്തരിയും പിന്നെ ഇതാണ് പൊടി, മരുന്ന് കഞ്ഞിൻ്റെ ആ പൊടിയാണ് കേട്ടോ. ഇത് വേരും ഒക്കെ ഇടുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ആ വേരും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വേരൊക്കെ പറക്കാനായിട്ട് നമ്മൾ കാട്ടുകൂടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതൊന്നും കിട്ടാനായിട്ട് ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ഏട്ടനറിയാതൊക്കെ, പക്ഷേ എനിക്കറിയില്ല കേട്ടോ അതിനെ കുറിച്ചിട്ടൊന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാത്ത കാരണം ഞാൻ ഇറങ്ങിയില്ല. ഏട്ടന് പിന്നെ മഴ കാരണം കൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതൊന്ന് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അതേ മണമൊക്കെ തന്നെയാണ് കേട്ടോ, പക്ഷെ അത്ര ഫ്രഷ് ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ചെറുതായിട്ട് കെമിക്കലൊക്കെ ഉണ്ടാവാതിരിക്കില്ലല്ലോ, അതൊക്കെ ഉണ്ടാവും. വലിയ തൃപ്തിയൊന്നും ഇല്ല, എന്നാലും ഒരു ദിവസമേലും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ. ഒരു ഗ്ലാസ് തന്നെ വേണമെന്ന് എനിക്ക് അറിയില്ല, കാരണം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മരുന്ന് കഞ്ഞിയൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതുപോലെ പാക്കറ്റൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അത് ഫ്രഷാണ്, നല്ല വേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആയ കാരണം വലിയ എന്താ പറയുക കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചോറ് അരി വേവിച്ചിട്ട് അതിലേക്ക് പൊടി ഒരു സ്പൂൺ ഇട്ടാൽ മതി എന്നാണ് ആ കടക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടോ. അപ്പോൾ അത് ഇടന്നെ വേണ്ടുള്ളൂ. പിന്നെ തേങ്ങ അരച്ചൊഴിക്കണം, അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുക ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ, പാളിപ്പോവെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് അരി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കഴുകണം നമ്മൾ. ഞാൻ അരി എപ്പോൾ ഇടുമ്പോഴും നന്നായിട്ട് കഴുകും കേട്ടോ, ഉരച്ചിങ്ങനെ കഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ 2-3-4 പ്രാവശ്യം കഴുകണം കേട്ടോ. കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുക്കർ, പിന്നെ ഗ്യാസ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് കുക്കർ. വലിയ മനസ്സൊന്നും ഇല്ല കുക്കർ വെക്കാൻ, പക്ഷേ വേറെ മാർഗ്ഗമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്, വേവിക്കാനുള്ള വെള്ളം. അപ്പോൾ എത്ര വെള്ളം ഒഴിക്കണം, ഇതിനിപ്പോൾ ഈ അരിക്ക് എത്ര വേവുണ്ട് ഒന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ഏകദേശ രൂപത്തിൽ ഞാൻ എല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഏട്ടൻ വേഗം തേങ്ങയൊക്കെ പൊട്ടിച്ച് തന്നു. ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം, അരച്ചിട്ടാണ് ഒഴിക്കുക. ഏട്ടൻ പറയുന്നുണ്ട് ഇത് അരയ്ക്കാതെ തന്നെ ഇടുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അരച്ചിട്ട് അങ്ങനെ ചോറിലേക്ക് ഒഴിച്ചു, പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മരുന്ന് കഞ്ഞിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഉപ്പിടാൻ പാടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പപ്പടം വറക്കില്ല കേട്ടോ. പപ്പടം ചുടുന്നുണ്ട് കേട്ടോ, അടുപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് ചുടുന്നുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട. കുറേ എന്താ പറയുക വെന്തിട്ട് ഇങ്ങനെ ചോറിങ്ങനെ വെള്ളമൊക്കെ പുറത്തേക്ക് പോയതാണ് കേട്ടോ അത് കാണുന്നത്. പിന്നെ പപ്പടം ഏട്ടൻ ചുടുന്നുണ്ട്. എനിക്ക് പപ്പടം ചുടാൻ അറിയില്ല കേട്ടോ. ഞാൻ ചുട്ട് കഴിഞ്ഞാൽ ആ പപ്പടം ഒന്നും ഉണ്ടാവില്ല, ഒക്കെ കരിക്കട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടൻ തന്നെ ചുട്ടോ. ഇതൊന്നും ചുട്ടിട്ടുള്ള എനിക്ക് ശീലമില്ല കേട്ടോ, പരിചയമില്ല. ഇതുവരെ ഞാൻ പപ്പടം ചുട്ടിട്ടില്ല, പപ്പടം വറുത്തിട്ടുണ്ടെന്നല്ലാതെ ചുട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ ചുട്ട് തരാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകുള്ളൂ കേട്ടോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പപ്പടം ചുടുന്നുണ്ട്. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നായി കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കാം കേട്ടോ. കിച്ചു ഇപ്പോൾ ഇത് പായസമാണ് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതെന്ത് പായസമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ കഞ്ഞിയാണെന്നൊന്നും അറിയില്ലല്ലോ, അവരിത് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഡൻസിയിലാണ്, പായസത്തിൻ്റെ ഒരു ടെൻഡൻസിയിലാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പപ്പടം ചുടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കഞ്ഞിയൊക്കെ പാത്രത്തിലാക്കി കഞ്ഞി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് പപ്പടം 1-2 കരിഞ്ഞിട്ടും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചു ഇതാ പായസമാണ് പണ്ട് മുന്നിൽ നല്ല സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരുത്തി ഇവിടെ ഇരുന്നിട്ട് നല്ല എന്താ പറയുക ബുക്കൊക്കെ മറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിക്കാനായിട്ട് അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞ് വീഡിയോ തന്നെയാണ്. ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മഴ പിന്നെയും പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുള്ള കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തണുപ്പത്ത്, നല്ല രസമൊക്കെ തന്നെയാണ്. പിന്നെ മരുന്ന് കഞ്ഞി കുടിച്ചിട്ട് ചെറുതായി ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പിൻ്റെ ഒരു കുറവ് തന്നെ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.